നമസ്കാരം. കള്ളൻ വിജയൻ എന്ന വാക്കിനോട് CPM മുഖപത്രത്തിനുണ്ടായ അസഹിഷ്ണുതയും അതുമായി ബന്ധപ്പെട്ട വിവാദവും മറ്റൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം വിവാദത്തെക്കുറിച്ച് റെസിഡന്റ് എഡിറ്ററായ M. സ്വരാജിനോട് മാധ്യമങ്ങൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ കടന്നാക്രമിക്കുന്ന തരം സമീപനമാണ് അദ്ദേഹം പുലർത്തിയത്. കള്ളൻ വിജയൻ എന്ന ഫീച്ചർ തയ്യാറാക്കിയ ലേഖകൻ ഇതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ നടത്തിയ പോസ്റ്റിനെക്കുറിച്ചും മാധ്യമപ്രവർത്തകർ ആരാഞ്ഞിരുന്നുവെങ്കിലും അതിനെയെല്ലാം മാധ്യമങ്ങളുടെ അസഹിഷ്ണുത എന്ന നിലയ്ക്കാണ് M. സ്വരാജ് നേരിട്ടത്. ദേശാഭിമാനിയുടെ ആഭ്യന്തര വിഷയം എന്ന നിലയിലാണ് സ്വരാജ് വിഷയത്തെ കണ്ടത്. എന്നാൽ സ്വരാജിന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ തിരിച്ചടി ലഭിക്കുകയും ചെയ്തു. ദേശാഭിമാനിയിലെ കള്ളൻ വിജയൻ ഫീച്ചർ വിവാദത്തിൽ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ റെസിഡന്റ് എഡിറ്ററായ M. സ്വരാജ്. കള്ളൻ വിജയൻ ഫീച്ചർ കാരണമാണ് ദേശാഭിമാനി വാരാന്ത പതിപ്പ് ഞായറാഴ്ച പുറത്തിറങ്ങാതിരുന്നത് എന്നാണ് M. സ്വരാജ് യോഗത്തിൽ വ്യക്തമാക്കി. ഒന്നാം പേജിൽ VS അച്യുതാനന്ദന്റെ ലേഖനവും അവസാന പേജിൽ കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ലേഖനവും വരുന്നത് അനാവശ്യ ചർച്ചകൾക്ക് ഇടയാക്കും. ലേഖനം പിൻവലിക്കാൻ തയ്യാറാകാതെ വന്നതോടെ ചുമതലയിൽ നിന്നും R. അജയനെ മാറ്റിയെന്നും സ്വരാജ് യോഗത്തിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് ഉചിതമായ ഇടപെടലാണ് മാനേജ്മെന്റ് നടത്തിയതെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തി. കള്ളൻ വിജയൻ ലേഖന വിവാദത്തിൽ നടപടി എടുത്തിട്ടില്ലെന്നായിരുന്നു സ്വരാജ് മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത്. KR അജയനെതിരെ നടപടി സ്വീകരിച്ചുവെന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞതെന്നും അക്കാര്യം ദേശാഭിമാനിയോ അജയനോ ആണ് പറയേണ്ടത് എന്നുമായിരുന്നു പ്രതികരണം. VSന്റെ ചരമദിനത്തിന് മുൻപായി ഇറങ്ങുന്ന ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ VS അനുസ്മരണം തന്നെയായിരിക്കണം മുഖ്യ വിഷയം എന്ന് തീരുമാനിച്ചിരുന്നു. ആദ്യത്തെയും അവസാനത്തെയും പേജിൽ VS തന്നെ ആയിരിക്കണം എന്ന് എഡിറ്റോറിയൽ തീരുമാനിച്ചു. വാരാന്ത പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ ഒരു ദിവസം വൈകിയത് സാങ്കേതിക തടസ്സം മൂലമാണെന്നും M. സ്വരാജ് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ദേശാഭിമാനി വാരാന്ത പതിപ്പ് വിവാദത്തിൽ M. സ്വരാജിന്റെ വിശദീകരണത്തിന് പിന്നാലെ പ്രതികരണവുമായി കള്ളൻ വിജയന്റെ എഴുത്തുകാരൻ TC രാജേഷ് സിന്ധു രംഗത്തെത്തി. M. സ്വരാജ് പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നു. വാരാന്ത്യ പതിപ്പിൽ ലേഖനം ഇല്ലെന്ന് M. സ്വരാജ് പറയുന്നതിൽ അസ്വാഭാവികത ഒന്നും തോന്നിയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. റെസിഡന്റ് എഡിറ്റർ അങ്ങനെയൊരു ലേഖനം കണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല. ദേശാഭിമാനി പത്രത്തിലേക്ക് എന്തെങ്കിലുമൊക്കെ എഴുതൂ എന്ന് പ്രോത്സാഹിപ്പിച്ചത് വാരാന്ത്യത്തിന് ചുമതലയുണ്ടായിരുന്ന KR അജയനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. കള്ളൻ വിജയനെക്കുറിച്ച് ലേഖനം തയ്യാറാക്കാൻ അനുവാദം തന്നതും KR അജയനാണ്. വാരാന്ത പതിപ്പ് പുറത്തിറങ്ങാതിരിക്കാൻ കാരണം തൻ്റെ ലേഖനമാണെന്ന് അനൗദ്യോഗികമായി വിവരം ലഭിച്ചിരുന്നു. എല്ലാ മാധ്യമങ്ങളുടെയും ഉള്ളടക്കം സംബന്ധിച്ച് അവസാനത്തെ തീർപ്പ് പത്രാധിപ സമിതിക്ക് തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. അയച്ച പല മാറ്ററുകളും പത്രാധിപന്മാർ തിരസ്കരിച്ച് തിരിച്ചയച്ചിട്ടുണ്ട്. 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ആസ്വദിച്ചെഴുതിയ ഫീച്ചറാണ് കള്ളൻ വിജയൻ. അത് വെളിച്ചം കാണാതെ സിസ്റ്റത്തിൽ കിടക്കേണ്ട എന്ന് തോന്നി. അതുകൊണ്ടാണ് ഫേസ്ബുക്കിൽ ഫീച്ചർ പോസ്റ്റ് ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. വിജയൻ ചേട്ടനെ പ്രതീക്ഷിച്ചതിനുമപ്പുറം പ്രശസ്തനാക്കിയ എല്ലാവർക്കും നന്ദിയെന്നും TC രാജേഷ് പ്രതികരിച്ചു. ലേഖനം പ്രസിദ്ധീകരിക്കുന്നതും പ്രസിദ്ധീകരിക്കാത്തതും പത്രത്തിന്റെ സ്വാതന്ത്ര്യമാണെന്നായിരുന്നു M. സ്വരാജിന്റെ പരാമർശം. അച്ചടിച്ച പത്രം വിതരണം ചെയ്തില്ല എന്ന് വരെ പ്രചരിപ്പിച്ചു. ഒറ്റ മണിക്കൂറിൽ തന്നെ എത്ര വാർത്തകളാണ് മാറി മാറി വന്നത്. ദേശാഭിമാനിയിൽ ഇങ്ങനെയൊരു ലേഖനം ഇല്ല. വാരാന്ത്യ പതിപ്പിലേക്ക് 100 കണക്കിന് സൃഷ്ടികൾ വരും. ചിലത് പ്രസിദ്ധീകരിക്കും, ചിലത് മാറ്റിവെക്കും. അത് മാധ്യമങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും M. സ്വരാജ് പറഞ്ഞിരുന്നു. VSന്റെ ചരമദിനത്തിന് മുൻപായി ഇറങ്ങുന്ന ദേശാഭിമാനി വാരാന്ത്യ പതിപ്പിൽ VS അനുസ്മരണം തന്നെയായിരിക്കണം മുഖ്യ വിഷയം എന്ന് തീരുമാനിച്ചിരുന്നു. ആദ്യത്തെയും അവസാനത്തെയും പേജിൽ VS തന്നെ ആയിരിക്കണമെന്നായിരുന്നു എഡിറ്റോറിയൽ തീരുമാനം. വാരാന്ത്യ പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ ഒരു ദിവസം വൈകിയത് സാങ്കേതിക തടസ്സം മൂലമാണെന്നും M. സ്വരാജ് വിശദീകരിച്ചിരുന്നു.